രാജസ്ഥാനിലെ ഉദയപൂർ ജില്ലയിലെ ലോബ്ര എന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു രാജേഷും അവൻ്റെ ഭാര്യ രശ്മിയും. ഈ ദമ്പതികൾക്ക് മൊത്തം 5 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 4 ആൺകുട്ടികളും ഒരു പെൺകുഞ്ഞും ഉണ്ടായിരുന്നു. ഇതിലെ പെൺകുട്ടിയുടെ പേര് പ്രായപൂർത്തിയാകാത്തതിനാൽ ഒരു മാധ്യമങ്ങൾ വഴി പുറത്തുവിടാത്തതിനെ തുടർന്ന് നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിനു വേണ്ടി അവളുടെ പേര് ജ്യോതി എന്നാക്കാം. കഴിഞ്ഞ വർഷം 2023 ഈ ജ്യോതിക്ക് 9 വയസ്സായിട്ടുള്ളൂ. ജ്യോതി വീടിനടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് 4 മണിക്ക് വീട്ടിൽ വന്ന് ചായ കുടിച്ചതിന് ശേഷം അവിടെയുള്ള ഗ്രൗണ്ടിൽ പോയി കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നതായിരുന്നു പതിവ്. അതുപോലെ തന്നെ 2023 മാർച്ച് 29-ാം തീയതി സാധാരണ പോലെ സ്കൂൾ കഴിഞ്ഞ് 4 മണിക്ക് വീട്ടിൽ വന്ന് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് ചായ കുടിച്ച് പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന അച്ഛനെ കണ്ടിട്ട് വരാമെന്ന് വീട്ടിൽ അമ്മയോട് പറഞ്ഞിട്ട് അവൾ വീട്ടിൽ നിന്ന് പോയി. അങ്ങനെ വീട്ടിൽ നിന്ന് പോയ കുട്ടിയുടെ കയ്യിൽ 5 രൂപ ഉണ്ടായിരുന്നതിനാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടിക്കടയിൽ പോയി കുറച്ച് ചിപ്സ് വാങ്ങി അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് 6:30 ആയപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ വീട്ടിൽ വരുമ്പോൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ആ സമയത്ത് ജ്യോതിയുടെ അച്ഛൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എവിടെയാണ് നമ്മുടെ മകൾ എന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് അവൾ വന്നില്ലല്ലോ, ഞാൻ അവൾ വീട്ടിലുണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്, അവൾ എവിടെ പോയി എന്ന് അവൻ്റെ ഭാര്യയോട് ചോദിച്ചു. ഈ ചോദ്യം കേട്ടതും അവൾ വല്ലാതെ പേടിച്ചതിനാൽ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞാണ് അവൾ ഇവിടെ നിന്ന് പോയത്, അവൾ എവിടെ പോയി എന്ന് അറിയില്ലെന്നും പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയും 2 പേരും കൂടി ചേർന്ന് അവളെ ആ സ്ഥലം മുഴുവൻ തിരയാൻ തുടങ്ങി. അങ്ങനെ എല്ലായിടത്തും തിരയുന്ന സമയത്ത് ആ ഏരിയയിലുള്ള ആളുകളും വന്ന് അവളെ തിരയാൻ വേണ്ടി തുടങ്ങി. പെൺകുട്ടി കളിക്കാൻ പോകുന്ന സ്ഥലത്തും ആ കുട്ടിയുടെ കൂട്ടുകാരുടെ വീട്ടിലും എല്ലായിടത്തും അവളെ അന്വേഷിച്ചു. എന്നാൽ ആ കുട്ടിയെ ആർക്കും കണ്ടെത്താനായില്ല. അങ്ങനെ അവർ മാവാലി പോലീസ് സ്റ്റേഷനിൽ പോയി അവരുടെ മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു മിസ്സിംഗ് പരാതി നൽകി. എന്നാൽ ജ്യോതിയുടെ കുടുംബക്കാർ ഒരു താഴ്ന്ന ജാതിക്കാരായതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസ് വലിയ കാര്യമായി ഗൗനിച്ചില്ല. അവർ പറഞ്ഞു, ശരി, എന്തായാലും ഞങ്ങൾ നാളെ രാവിലെ വന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം, നിങ്ങൾ വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞ് അച്ഛനെയും അമ്മയെയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടു. തങ്ങളുടെ മകളെ കാണാതെ വിഷമിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും അന്ന് രാത്രി മുഴുവൻ ഒരു സ്ഥലം പോലും ബാക്കി വയ്ക്കാതെ മുഴുവൻ സ്ഥലത്തും തിരച്ചു നടത്തി. പക്ഷേ എവിടെയെല്ലാം തിരഞ്ഞാലും അന്ന് രാത്രി ജ്യോതിയെ അവർക്ക് കണ്ടെത്താനായില്ല. ഇങ്ങനെ 2 ദിവസം കടന്നുപോയി. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് എന്താണ് സംഭവമെന്ന് പോലും ചോദിച്ചതുമില്ല. അത് കാരണം ആ മാതാപിതാക്കൾ ചെയ്തത് ആ മണ്ഡലത്തിലെ MLA കണ്ടിട്ട് തൻ്റെ മകളെ കാണാതെ പോയി. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു നടപടിയും എടുത്തില്ലെന്നുള്ള ഒരു പരാതിയും പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ കരയാനും തുടങ്ങി. ഇത് കണ്ട് MLA ഉടൻ തന്നെ ഉദയപൂർ ജില്ലയിലെ SP ആയിട്ടുള്ള വികാസ് ശർമ്മയെ വിളിച്ചു. ഈ കേസ് എന്താണെന്ന് നോക്കാൻ പറഞ്ഞ് ഉത്തരവും കൊടുത്തു. അന്നേ ദിവസം ജ്യോതിക്ക് എന്താണ് സംഭവിച്ചത്, ജ്യോതി എവിടെയാണ് പോയത്, ജ്യോതിയെ ജീവനോടെ അല്ലാതെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? കഴിഞ്ഞ വർഷം നോർത്ത് ഇന്ത്യയെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ അതിശയിപ്പിക്കുന്ന കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MLAയുടെ അടുത്തുനിന്ന് SP വികാസ് ശർമ്മയ്ക്ക് കോൾ വന്നതിന് ശേഷം മാവാലി പോലീസ് സ്റ്റേഷനിലുള്ള അജയ് സിംഗ് റാവു എന്ന ഇൻസ്പെക്ടറെ പോലീസ് വിളിച്ച് ഉടൻ തന്നെ ഈ കേസിനെ കുറിച്ച് അന്വേഷണം ആരംഭിക്കാൻ പറഞ്ഞ് SP ഉത്തരവ് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ അജയ് സിംഗ് തൻ്റെ കീഴിൽ ഒരു ടീമിനെ രൂപപ്പെടുത്തി. ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള സാഗർ സിംഗ്, ഹരിയോം എന്നിവരടങ്ങുന്ന ഒരു ടീമിനെ രൂപീകരിച്ചു. ഈ കേസിനെ കുറിച്ച് അന്വേഷണം ആരംഭിക്കുന്നതിനായിട്ട് ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ഈ പോലീസ് ടീം ജ്യോതിയെ കാണാതായി 3ാം ദിവസത്തിലാണ് ഗ്രാമത്തിലെത്തിയത്. പോലീസ് അവിടെ എത്തിയ ഉടൻ തന്നെ അന്വേഷണവും ആരംഭിച്ചു. അവസാനമായി ആരാണ് ജ്യോതിയെ കണ്ടതെന്നും അന്വേഷിച്ചു. അതിനെ തുടർന്ന് കുറച്ച് പേർ പറഞ്ഞു, ജ്യോതിയെ കാണാതാകുന്ന അന്നേ ദിവസം വൈകുന്നേരം അവിടെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അവർ അവളെ കണ്ടു എന്നും പറഞ്ഞു. അത് കാരണം അതേ ഗ്രാമത്തിലുള്ള അവർ പറഞ്ഞ ആ ക്ഷേത്രത്തിലേക്ക് ചെന്നു. പോലീസ് ചുറ്റും അന്വേഷിച്ചു. ആ സമയത്താണ് ക്ഷേത്രത്തിൽ നിന്ന് 750 മീറ്റർ ദൂരത്തുള്ള ഒരു പഴയ വീട് കാണുന്നത്. ഉടൻ തന്നെ അവിടെയുള്ള ആളുകളോട് ഈ വീട് ആരുടെയെന്ന്, ഈ വീട്ടിൽ ആരാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആ വീടിനടുത്തേക്ക് പോലീസ് വന്നു. ആ വീടിൻ്റെ കതക് പകുതി പൊട്ടിയ നിലയിലായതിനാൽ കതക് തള്ളി മാറ്റിയിട്ട് അതിൻ്റെ ഇരുട്ട് നിറഞ്ഞ ഉള്ളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കയറി. ഒപ്പം ടോർച്ച് ലൈറ്റും അടിച്ച് വീട് മുഴുവൻ പരിശോധന നടത്തുമ്പോഴാണ് രക്തക്കറകളോടെ 2 ചാക്കുകെട്ടുകൾ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആ ചാക്കുകെട്ട് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ മനുഷ്യൻ്റെ ശരീരം വെട്ടി കഷ്ണങ്ങളായി കിടക്കുന്നതാണ് കാണുന്നത്. അതേ സമയത്ത് മറ്റൊരു ചാക്ക് കൂടി തുറന്നു നോക്കുമ്പോഴാണ് അതിൽ കാണാതായ ജ്യോതിയുടെ തലയും കൈയുടെ പകുതിയും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു പോയി. തങ്ങളുടെ മകൾ ഇത്രയും കൊടൂരമായ രീതിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന കാര്യം അറിഞ്ഞതു മുതൽ ജ്യോതിയുടെ മാതാപിതാക്കൾ നെഞ്ചത്തടിച്ച് കരയുന്ന രംഗങ്ങൾ ആ ഗ്രാമത്തിലുള്ള ആളുകൾ ഒരിക്കലും മറക്കുകയുമില്ല. ഉടൻ തന്നെ ഇൻസ്പെക്ടർ തൻ്റെ SP ആയ വികാസ് ശർമ്മയ്ക്ക് വിവരങ്ങൾ കൈമാറി.
അതിനുശേഷം IG ആയിട്ടുള്ള അജയ് പാൽ ലാംബയെ വിവരങ്ങൾ അറിയിച്ചു. അത് കാരണം വലിയ ഉദ്യോഗസ്ഥരെല്ലാം സംഭവ സ്ഥലത്തേക്ക് നേരിട്ടെത്തി സ്ഥലം സന്ദർശിച്ചു. അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും ഡോഗ് സ്ക്വാഡും അവിടെ എത്തി. ആ പഴയ വീടിന് ചുറ്റും അന്വേഷണവും ആരംഭിച്ചു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടുതൽ പരിശോധനയ്ക്കായി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി. ആ ചാക്ക് മണത്തിനെ തുടർന്ന് ആ പഴയ വീട്ടിൽ നിന്ന് വേഗത്തിൽ ഓടി പുറത്തേക്ക് വന്നു. 200 മീറ്റർ അകലെയുള്ള ഒരു വീട്ടിനുള്ളിലേക്ക് എത്തി. ഉടൻ തന്നെ ആ പോലീസ് ടീം ആ വീട്ടിൽ മുഴുവൻ പരിശോധന നടത്തി. അവിടെ എത്തി ബാത്റൂമിൽ പരിശോധന നടത്തുമ്പോൾ ചുവരിലെല്ലാം രക്തക്കറ തെറിച്ചു കിടക്കുന്നതിന്റെ പാടുകൾ കണ്ടു. അത് കാരണം ആ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള 52 വയസ്സുള്ള റാം സിംഗ് രാജ് അദ്ദേഹത്തിന്റെ ഭാര്യയായ കിഷൻ കൻവാറിനെയും ചോദ്യം ചെയ്യാനും തുടങ്ങി. അവരെ മണിക്കൂറുകളോ ചോദ്യം ചെയ്തിട്ടും കേസിനെ സംബന്ധിക്കുന്ന ഒരു സൂചന പോലും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദമ്പതികൾക്ക് 20 വയസ്സുള്ള കമലേഷ് എന്നൊരു പയ്യനുള്ള കാര്യം പോലീസ് അറിയുന്നത്. ഉടൻ തന്നെ ആ കമലേഷ് എന്ന പയ്യനെ കസ്റ്റഡിയിലെടുത്തു. അവരുടെ രീതിയിൽ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഒരിക്കലും ചിന്തിക്കാത്ത ചില കൊടൂരമായ കാര്യങ്ങൾ അവരോട് അവൻ പറയുന്നത്. 20 വയസ്സുള്ള ഈ കമലേഷ് 9ാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളത്. പഠിത്തത്തിൽ താല്പര്യമില്ലാത്തതിനാൽ പഠിത്തം നിർത്തി വീട്ടിൽ ചുമ്മായിരിക്കുകയായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപായി ബോംബെയിൽ തൻ്റെ ബന്ധുക്കളുടെ കൂടെ ജോലിക്ക് പോയിരുന്നു. എന്നാൽ ആ ജോലിയൊന്നും പിടിക്കുന്നില്ലെന്ന് പറഞ്ഞ് 6 മാസത്തിനുള്ളിൽ തിരിച്ചു വന്നു. വീട്ടിൽ വന്നതിന് ശേഷം അവൻ വേറൊരു ജോലിക്കും പോയിരുന്നില്ല. തുടർന്ന് ഫോണിൽ ഗെയിമുകൾ കളിക്കുന്നതിനും നിറയെ അശ്ലീല ചിത്രം കാണുന്നതുമായിരുന്നു അവൻ്റെ ശീലം. അങ്ങനെ സംഭവം നടക്കുന്ന ദിവസം 2023 മാർച്ച് 23-ാം തീയതി അവൻ്റെ അമ്മ ഗോതമ്പ് വിളവെടുക്കുന്നതിന് വേണ്ടി പാടത്ത് പോയിരിക്കുകയായിരുന്നു. അവൻ്റെ അച്ഛൻ ജോലി സംബന്ധമായി ഗ്രാമത്തിന് പുറത്ത് പോയിരിക്കുകയായിരുന്നു. ഇവൻ മാത്രം തനിയെ വീട്ടിലുണ്ടായിരുന്നതിനാൽ അവൻ്റെ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ ഒത്തിരി സമയം കണ്ടതായും പോലീസിനോട് പറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോഴായിരുന്നു ഈ പെൺകുട്ടി കടയിൽ നിന്ന് ചിപ്സ് പാക്കറ്റ് വാങ്ങുന്നത് കാണുന്നത്. ഈ പെൺകുട്ടി അവനെ എപ്പോഴും ചേട്ടൻ എന്നാണ് വിളിക്കാറുള്ളത്. പെൺകുട്ടിക്ക് അവനെ നന്നായി അറിയാമായിരുന്നു. അതിനാലാണ് ചിപ്സ് പാക്കറ്റ് വാങ്ങി അതിനെ നടന്നു പോകുന്ന കുട്ടിയെ വിളിച്ചിട്ട് എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചു സംസാരിച്ചു കൊണ്ടിരുന്നു. ആ പെൺകുട്ടിയോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവൻ്റെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതിനുശേഷം അവൻ നേരെ ആ കുട്ടിയെ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ സമയത്ത് ആ കുട്ടി കരയാനും തുടങ്ങി. അതിനാൽ അടുത്തുള്ള തുണിയെടുത്ത് ആ കുട്ടിയുടെ വായിൽ തിരുകി മൂക്കും വായും ചേർന്ന് പൊത്തി അവൻ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആ കൊച്ചുകുട്ടിയോട് ചെയ്തു. വയസ്സറിയിക്കാത്ത ആ പെൺകുട്ടിയുടെ ദേഹത്ത് അവൻ്റെ കാമശക്തി തീർത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സമയത്ത് ആ പെൺകുട്ടിയിൽ നിന്ന് ഒരു ചലനവും ഇല്ലെന്നുള്ള കാര്യവും അവൻ അറിയുന്നത്. അങ്ങനെ ഈ കുട്ടി മരിച്ചു പോയെന്ന് അറിഞ്ഞു. ഒന്നും ചിന്തിക്കാതെ ബാത്റൂമിൽ ആ കുട്ടിയെ മൃതദേഹം വെച്ചിട്ട് അവിടെ നിന്ന് പുറത്തു വന്നു. അതിനുശേഷം അവൻ്റെ മാതാപിതാക്കൾ വന്നു. മറുവശത്ത് ജ്യോതിയുടെ വീട്ടുകാരും അയൽക്കാരും ജ്യോതിയെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കമലേഷിനെ കണ്ടിട്ട് അവൻ്റെ അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അവൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് ബാത്റൂമിൽ പോയി ആ കുട്ടിയുടെ മൃതദേഹം കാണിച്ചു. ആ മൃതദേഹം കണ്ടതും അവൾ ഷോക്കായി നിന്നു. അതിനുശേഷം മകൻ വലിയ തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലായതിനാലും മകനെ ജയിലിൽ വിടാൻ താല്പര്യമില്ലാത്തതിനാലും പുറത്തിറങ്ങിയാൽ ശരിയാവില്ലെന്ന് വിചാരിച്ച് ഈ മൃതദേഹം ദൂരേക്ക് എവിടെയെങ്കിലും മാറ്റാം. എന്നാൽ ഇപ്പോൾ മാറ്റിയാൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് കാണാതായ ജ്യോതിയുടെ വീട്ടിൽ പോയി ജ്യോതിയുടെ അമ്മയെ ആദ്യം ആശ്വസിപ്പിച്ചതും ഈ കമലേഷിന്റെ അമ്മയാണ്. തുടർന്ന് ജ്യോതിയെ അവളുടെ കുടുംബക്കാരും മറ്റും രാപ്പകൽ തിരിച്ചു നടത്തുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ശരിയായി അന്വേഷിക്കാത്തതിനാൽ അടുത്ത ദിവസം ജ്യോതിയുടെ ശരീരത്തെ 10 കഷങ്ങളായി വെട്ടി അത് 2 ചാക്കിലാക്കി കെട്ടിവെച്ചു. അതിനുശേഷം അപ്പൻ, അമ്മ, മകൻ ഈ 3 പേരും ചേർന്ന് ഈ ശരീരാവശിഷ്ടങ്ങൾ ഒളിപ്പിക്കുന്നതിനുള്ള ജോലികളും ഏർപ്പെട്ടു. തൻ്റെ മകൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാലും ഒരു സ്ഥലത്ത് പോലും മകനെ ശാസിക്കാതെ അവനെ സഹായിക്കുകയും ചെയ്തതിനാൽ ഇങ്ങനത്തെ ഒരു കുറ്റത്തിന് അറിവില്ലായ്മ മൂലം ആ അപ്പനും അമ്മയും ഉൾപ്പെട്ടു. ജ്യോതിയെ കാണാതായി അടുത്ത ദിവസം രാത്രി സമയത്ത് ആരും പുറത്തില്ലാത്ത സമയം നോക്കി രാത്രി 11 മണിക്ക് കമലേഷ് ഈ ചാക്കുകെട്ടുകൾ എടുത്തുകൊണ്ട് ക്ഷേത്രത്തിന് സമീപത്തുള്ള ആ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ അച്ഛൻ വീടിന് മുമ്പിലും അമ്മ ക്ഷേത്രത്തിന് സമീപത്തു നിന്ന് ആരേലും അതിലൂടെ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ വീട് മുഴുവൻ ക്ലീൻ ചെയ്ത ശേഷം അവിടെ അടുത്ത് നടക്കുന്ന ഉത്സവത്തിൽ പോയി പങ്കെടുത്തു. അതിനുശേഷം ആർക്കും തങ്ങളുടെ മേൽ സംശയം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ജ്യോതിയുടെ വീടിനടുത്ത് പോവുകയും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം അറിയാനുള്ള കാരണമെന്ന് പറയുന്നത് പോലീസ് നായ നടത്തിയ പരിശോധനയിലാണ്. തുടർന്ന് പോലീസ് IPC സെക്ഷൻ 302, 363 വകുപ്പുകൾ പ്രകാരം 3 പേർക്കുമെതിരെ കേസെടുത്ത് ജയിലിലടച്ചു. അതുകൂടാതെ പോസ്കോ കേസ് പ്രകാരം കമലേഷിന്റെ പേര് കേസും രജിസ്റ്റർ ചെയ്തു. ഈ കേസ് നിലവിൽ നടക്കുന്നതിനാൽ 3 പേരും ഇപ്പോഴും ജയിലിലാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.